ഫോട്ടോഗ്രാഫിയുടെ ഒരു ആസ്പെക്റ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് കാണുന്ന സമയത്തും അതിനെ നല്ല രൂപത്തിൽ ഫ്രെയിം ചെയ്യുക. പലപ്പോഴും മനുഷ്യന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്തെ നമുക്ക് പറയാൻ പറ്റും അങ്ങോട്ട് മാറി നിൽക്കുക, അവിടെ ലൈറ്റ് ഇല്ല, ഇപ്പുറത്തേക്ക് മാറി നിൽക്കുന്നൊക്കെ പറയാൻ പറ്റും. അനിമൽസിന് നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ബേർഡ്സിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാൻ പറ്റില്ല. അവിടെ കിട്ടുന്ന വെളിച്ചമൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊണ്ട് പെയിൻറ് ചെയ്യുന്ന പ്രക്രിയക്കാണ് ഫോട്ടോഗ്രാഫി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക. ആ ദിനം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ക്രിയേറ്റീവ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ നല്ല രൂപത്തിൽ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഈ ഒരു ഫോട്ടോ കാണിച്ച സമയത്ത് വേറൊരു കാര്യം കൂടെ പറയാണ്. എന്തിനാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ? ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് 2 മാനുകൾ, എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. 2 മാനുകൾ ഫൈറ്റ് ചെയ്ത് അതിലേറ്റവും ബലമുള്ള ആളിനെ മാത്രമാണ് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീമെയിൽ സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കിൻ്റെ ഉള്ളൊരു സ്റ്റോറിയും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്ര സ്റ്റോറികൾ നമുക്ക് കിട്ടുന്നത് മുൻകാലങ്ങളിൽ ചെയ്ത ആളുകളുടെ പുസ്തകങ്ങളിലൊക്കെ റെഫറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത്തരം വായനയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ നിരന്തരമായിട്ട് അവിടെ നോക്കുന്ന സമയത്ത് അപ്പുറത്തൊക്കെ ഫീമെയിലുകളൊക്കെ ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും. അതിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള ആളിനെ മാത്രമാണ് മെയ്റ്റ് ചെയ്യാൻ സമ്മതിക്കുക. ഇനി ഇതിൽ തോൽക്കുന്ന ആളില്ലേ, അദ്ദേഹം അടുത്ത സമയത്ത് എന്ത് ചെയ്യും, ബലവാനാകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതിന് മരത്തിനൊക്കെ പോയിട്ട് ഇടിച്ചുകൊണ്ട് അങ്ങനെ ബലവാനാകാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ നിരന്തരമായിട്ട് കാണുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലൈറ്റ് കൊണ്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് കൃത്യമായിട്ട് അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഏത് സ്ഥലത്താണോ ലൈറ്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഫോട്ടോഗ്രാഫി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലുള്ള ചിത്രങ്ങൾ എടുക്കുക. ഓട്ടോമാറ്റിക്കലി ആ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ ഒരു കഥ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നണം. ഇത്തരം സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ എടുക്കുക. ഇതൊക്കെ നമ്മളായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുജനങ്ങൾക്കും ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക.